മലയാളം, കണക്ക്. അപ്പൊ എന്റെ ഇംഗ്ലീഷ് നോട്ടാ എടി ചക്കി ദാണ്ടെ എനിക്കൊരു പെൻസിൽ കളഞ്ഞിട്ട് നോക്കട്ടെ. നീങ്ങിരടി. എടി എന്റെ സീറ്റ് ഞാൻ നീങ്ങിയിരിക്കാനല്ലേ തള്ളിയത്. നീ എന്നെ ഓ എന്നെ തള്ളിയിടാ നിന്നോട് പറ്റൂലടി. അയ്യോ അയ്യോ നിങ്ങൾക്ക് അത്ര വരും. നമ്മൾ രണ്ടുപേരും നീ തള്ളിയിട്ട് നീ എന്തായാലും നിങ്ങളിപ്പോ തോറ്റില്ലേ? അമ്മക്ക് എനിക്ക് ഒന്നുകൂടെ കളിച്ചാലേ നിങ്ങൾ ജയിച്ചോ നോക്കാം. അവൻ വന്നിട്ട് കളിക്കാം. തന്തിരിച്ച് കളിങ്ങി. നമുക്ക് പേര് സ്ഥലം സാധനം എഴുതി കളിക്കാം. പേര് കലം സാധനം സിനിമ. ആദ്യത്തെ അക്ഷരം ഞാൻ പറയാം. ഞാൻ എഴുതി കഴിഞ്ഞ എന്നാ പറ ആദ്യം പേര്. മധു. പണിയായി. മത്തായി. ശരിയായി ശരിയായി. സ്ഥലം മുരുക്കുമ്പുഴ. മൂന്നാർ. മാമം. എന്റെ ശരിയായി. സാധനം പറയടാ. മുട്ടായി. മഞ്ച്. മുന്തിരി. സിനിമ പറയടാ. സിനിമ മണിച്ചിത്രതാഴ്. മിന്നാരം. മാമാങ്കം. അത് ശരിയാ. അപ്പൊ എല്ലാം ശരിയായി. മൃഗം. മയിൽ. അയ്യോ ഞാനും മയിലാണ്. അപ്പൊ എനിക്ക് ശരി. ഞാൻ മാനാണ് എഴുതിയത്. മാനും മയിലും ഒന്നേ. നിങ്ങൾക്ക് രണ്ടേക്ക് 40 എനിക്ക് 50. അടുത്ത അക്ഷരം ഞാൻ പറയാം. ച. ഞാൻ എഴുതി തരുന്നത്. ഞാൻ എഴുതി. അയ്യോ നല്ലല്ലേ ഞാൻ എഴുതി തരുന്നില്ലേ. പേര് ചാന്ദിനി. ചന്തു. ചന്ദ്രിക. സ്ഥലം ചാക്ക. ചങ്ങനാശ്ശേരി. ചാലക്കുടി. സാധനം ചന്ദനം. ചന്ദനത്തിരി. ചക്ക. സിനിമ ചീനവന. ചന്ത. ചുരം. അതും കിട്ടി. മൃഗം ചീങ്കണ്ണി. ചേര. ചീങ്കണ്ണി. നീ എന്റെ കോപ്പി അടിച്ച് നീ അവിടെ ഞാൻ ഇവിടെ എനിക്ക് എങ്ങനെയാ കോപ്പി അടിച്ചത്? എവള് പറഞ്ഞു ഞാൻ എഴുതിയെന്ന്. ഇല്ല ഞാൻ അതൊക്കെ കാണിച്ചു കൊടുത്തില്ലല്ലേ. കോപ്പി അടിച്ചിരിക്കും. അടുത്ത കളി കാണിച്ചതാ. ഓ ഇനി നമുക്ക് മാർക്ക് കൂട്ടാം. കൂട്ടാ ഞാൻ കൂട്ടിയേ. ഞാനും കൂട്ടിയേ. ഞാനും കൂട്ടി. 220. 260. 290. ഞാൻ ജയിച്ചപ്പോ ഞാൻ സെക്കൻഡ്. അടുത്ത കളിയിൽ ഞാൻ ജയിച്ചു. ഞാൻ ഫസ്റ്റ് അടിച്ചു. നോക്കോ അതപ്പ അങ്ങനെ അല്ലേ. പങ്കിയൊക്കെ വരണ്ട ഇപ്പൊ കാണിച്ചു തരാം. അല്ല പങ്കിയൊക്കെ ഇങ്ങനെയൊക്കെ നടന്നാ മതിയാ. ചരമക്കോളത്തിൽ കയറി ചിരിച്ചോണ്ടിരിക്കണ്ടേ. എന്താ മാറി നീച്ചിരിക്കണ? നിന്റെ അച്ഛന്റെ കുത്തുകളൊക്കെ ഇവിടെ കത്തിച്ച് വെച്ചേക്കണ. എന്നെ നിന്റെ ഉടപ്പന്നവന്റെ മോക്ക് കല്യാണായടി. പോവാണേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരെ തന്നെ നല്ലതല്ലോ വന്നാ നമ്മളങ്ങ് നടക്കും. അവളിപ്പോ 2 മാസം കൊണ്ട് നല്ലത് തന്നെ. ഓ എന്നാലും 9ാം വാർഡിലെ വിദേശ നിർമ്മിത മരുമകളുള്ളത് ചാച്ചിക്ക് തന്നെ. ഓ ഇവിടെ മൊടവരത്തൊന്നും പെണ്ണില്ലാത്തോണ്ടല്ലേ അവൻ ചൈനയെന്ന് കെട്ടിക്കൊണ്ടുവന്നത്. ചാച്ചി മേടിക്കേണ്ട മെയ്ഡ് ഇൻ ചൈനയുടെ 6 മാസത്തെ ഗ്യാരണ്ടി കാണുള്ളൂ. അതാണിപ്പോ ഒരു സമാധാനം. ചാച്ചിയുടെ ചൈന കൊച്ചി രാവിലെ ഒരു ഏണിയും ചെയ്യുന്നോണ്ട് പോണ കണ്ടല്ലേ. എന്തേല് പറയാൻ കൊഞ്ഞപ്പീ നിനക്ക് കേക്കണോ? എന്നും കാലത്ത് ഇതോടെ ഒരു പ്ലെയിൻ പോകൂലേ, അതിലെ ഡ്രൈവറെ അവളെ കൊച്ചപ്പനാണെന്ന്. അവള് കൊച്ചപ്പന് ടാറ്റ കൊടുക്കാൻ വേണ്ടിട്ട് മലന്ന് നോക്കിയപ്പോ കാണാൻ ലൈൻ കമ്പിയിൽ ഒരു വവ്വാല് ചത്ത് തൂങ്ങിക്കിടക്കും. അത് കണ്ടപ്പോ തൊട്ട് പെണ്ണിന് ഹാപ്പിക്ക് വവ്വാൽ തൂപ്പ് മതിയെന്ന് പറഞ്ഞ് ഒരു ഏണി ചപ്പന്നോണ്ട് ഒരൊറ്റ ഓട്ടം. ഇതിന് പോസ്റ്റ് കയറാന് അന്നേ അപ്പൻ വിചാരിച്ച അതിനെ ഉണക്കി കരിവാടാക്കാൻ അശയ ഇട്ടേക്കണേണെന്ന്. ഞാൻ നോക്കിയപ്പോഴേ അപ്പൻ അതും കൂട്ടി കഞ്ഞി കുടിക്കണ്. അപ്പൊ ചാച്ചിക്ക് ഇനി മീൻ മേടിക്കണ്ടല്ലേ. അപ്പൊ തുമ്പീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കണ്ട് അവളെ തലയിൽ ഒട്ടിച്ചിരുന്നൊക്കെ എടുത്ത് കളഞ്ഞു. ഇനിയിപ്പോ 2 സ്റ്റിച്ചേ ഉള്ളൂ. ഇപ്പൊ നല്ല വേദന ഓർമ്മയുണ്ട്. അവൾക്ക് നല്ല വേദനയൊക്കെ കുറവ്. അവളെ ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ വീഡിയോ എടുക്കൽ നടക്കൂല. അപ്പൊ നമ്മൾ വിചാരിച്ച് ചായരോടെ എന്തായാലും കടി ഉണ്ടാക്കണമല്ലോ, അതൊരു മിനി വ്ലോഗായിട്ട് എടുക്കാം. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോണ ഉഴുന്ന് വടയാണ് കേട്ടാ. എല്ലാവർക്കും ഉഴുന്നോടെ ഉണ്ടാക്കാനാണോ അറിയാന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്കറിയാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഉഴുന്നോടെയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ഞാൻ ഉഴുന്നൊക്കെ അരച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് അനിയങ്ങോട്ട് എവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും മുളകും ഒക്കെ അരിഞ്ഞ് വർക്ക്. ഇനി നമുക്ക് മാവിലും ആവശ്യത്തിനുള്ള ഉപ്പിടാം. ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ട് വരുമ്പോ അത് അനാവശ്യത്തിലുള്ള ഉപ്പിടലാണ്. കാര്യം എനിക്ക് ഉപ്പ് കാണുമ്പോഴേ ഞാൻ അതുകൊണ്ടൊക്കെ ചാടും അതിലോട്ട്. പിന്നെ ഞാൻ സ്പൂൺ കൊണ്ടൊന്നും അല്ലാട്ട് ഇളക്കണം. ഞാൻ കൈ വെച്ച് തന്നെ ഞവക്കണം. കാര്യം എനിക്ക് ഇതിട്ട് കിണ്ടാറിഞ്ഞോളൂ. പിടി കഴിഞ്ഞ കഴിക്കല്ലേ. കനിയൻകുട്ട ഉള്ളി മുളകൊക്കെ അരിഞ്ഞോണ്ട് വന്നേ. ഇഞ്ചി ഇല്ല, ഇഞ്ചി വീട്ടിലില്ലായിരുന്നു. അതെ ഇരിക്കുന്നു, ഇനി ഇരിക്കുന്നു.
നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതിൽ ഇഞ്ചിയൊക്കെ ഇടണം കേട്ടോ. നമ്മളെ വീട്ടിൽ ഇന്ന് ഇഞ്ചി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ഇടാത്തത്. എന്നാലും പിന്നെ നല്ല വൃത്തിക്ക് അടി കൂട്ടിയൊക്കെ ഇളക്കണം. കാര്യം അടി പിടിക്കാൻ പാടില്ല. മാവ് ഒട്ടിയൊക്കെ ഇരിക്കും അവിടെ ഇവിടെയൊക്കെ. ഇനി ഞാൻ ഇളക്കിയത് ലൂസ് ആവണം. ഈ വീട്ടിൽ പതിവ് തെറ്റാതെ ഒരേ ഒരു കാര്യം മാത്രം നടക്കുള്ളൂ, കുഞ്ഞൂട്ട് അടുപ്പ് കത്തിക്കുന്നത്. എപ്പോ അടുപ്പ് കത്തിക്കണമെങ്കിൽ കുഞ്ഞൂട്ടനെ വിളിച്ചാൽ അത് കത്തിച്ചു തരും. ഇനി ഈ അടുപ്പിൽ നമുക്ക് ചട്ടി വെച്ചു കൊടുക്കാം. തീ കൂടി പോയി. ചട്ടി ചൂടായ സ്ഥിതിക്ക് നമുക്ക് അടുത്തതായി എണ്ണ വീത്തൽ പരിപാടിയാണ്. കളയണമല്ലോ. എണ്ണ നല്ലപോലെ ചൂടായി. അപ്പൊ ഇനി അടുത്തത് ഇനി ഇത് ഉരുട്ടിയിടാം. പിപ്രാളം കണ്ണറ കറക്റ്റായിട്ട് വീഴും. 3 കൊള്ളൂലല്ലോ അതില്. അടുത്തതായിട്ടുള്ള എന്റെ ഒരു ആലോചന ഒരു ഇതിടാന്നാണ്. തുണിക്കട, ഒരു തയ്യക്കട, ഒരു ചായക്കട. ഇനി ഇളക്കി കൊടുക്കണം. കാര്യം ഒരെണ്ണം കഴിയാറായി. എന്താ ഞാൻ ഉണ്ടാക്കിയ വട. ഈ വട എന്റെ പേരാണ് പച്ച കുത്തിയേക്കുന്നത്. കണ്ടാ കറക്റ്റ് ആയിട്ട് വന്നു. നല്ല വടയില്ലേ. ഇതാ നമ്മൾ ചായയുടെ കഴിക്കാൻ പോണ വട. നമ്മൾ ഉണ്ടാക്കിയ വട. ഇത്രയെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉണ്ടാക്കി തീരുമ്പോഴത്തേക്ക് നല്ല ട്യൂഷൻ വിട്ടൊക്കെ വരും. അപ്പൊ നമ്മൾ എല്ലാവരും ഇവിടെ ഇരുന്ന് കഴിക്കും. അപ്പൊ ഇന്ന് ഇത്ര ഉള്ളൂ. ചാറ്റ ബൈ സീ യു. ഇത് എന്തേലും കൊട്ട വെയിൽ. ഇവിടെ ആരും ഇല്ലേ? അമ്മച്ചി ഇവിടെ നിൽക്കണം ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടാ. ഞാൻ വന്നത് ഈ വീട്ടിലെ കുറച്ച് വിവരങ്ങൾ അറിയണോ. അത് എഴുതിയെടുക്കാൻ വന്നേ. ഇവിടുത്തെ കാലോണിക്ക് എല്ലാം ഞാൻ പറഞ്ഞുതരാം. എന്റെ മൂത്ത മോൻ ബാബുവിന്റെ വീടാണ് ഇത്. നിലമച്ച അപ്പൊ ഗ്രഹനാഥന്റെ പേര് ബാബു. ഓ ബാബു, അവന്റെ 35-ാമത്തെ വയസ്സിൽ അവനെ ആസ്കിടഞ്ചു പറ്റി. അപ്പൊ അവന് 32 പല്ലു വന്നു പോയി. അപ്പൊ നമ്മള് വലിയ ക്യാഷ് ഒക്കെ കൊണ്ടാക്കി. അപ്പൊ അന്ന് അവന് 3 രൂപയ്ക്ക് കിട്ടി. 6 രൂപയും പിന്നെ നമ്മളെ കയ്യിലുണ്ടായിരുന്ന പൊട്ടും പൊടിയും എല്ലാം കൂടി വിറ്റവർക്ക് മേടിച്ചാണ് ഈ വീട്. അപ്പൊ സ്വന്തമായിട്ട് വീടുണ്ട്. അമ്മച്ചി ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കാണ്ട്? പിന്നെ എന്നെ മരുമകളായോണ്ട് പറയാനല്ല മക്കളെ. അവർക്ക് പരമാവധി അത് പാടും. എന്നാണെങ്കിൽ ഒരു അയലോകത്ത് പോകാൻ സമ്മതിക്കില്ല. എനിക്ക് 10 പേരെ കാര്യങ്ങൾ അറിയണ്ടേ. ഞാൻ ഈ വീട്ടിൽ എങ്ങനെ ചുമ്മാ ഇരിക്കും? മക്കളത് പറഞ്ഞാണ് തന്നെ മക്കൾക്ക് കേൾക്കണം. ഞാൻ അതൊരു സുഗന്ധിന്റെ വീട്ടിൽ പോയി. അപ്പൊ അവൾ എന്നോട് എന്താണെന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചത് മണിച്ചി അറിഞ്ഞില്ല. ഞാൻ പോയി മണിച്ചിന്റെ വീട്ടിൽ പറഞ്ഞു, മണിച്ചി നിന്നെ പറ്റി സുഗന്ധി ഇങ്ങനെ പറഞ്ഞേന്നേ ഞാൻ പറഞ്ഞു. അത് കേട്ടോടനെ എന്റെ മരുമോള് പറയണേ ഞാൻ ഭയങ്കര നുണച്ചിയാണ്. ആരെങ്കിലും സഹിക്കോ മക്കളെ ഇതൊക്കെ പറയണ? അയ്യോ അമ്മച്ചി ഞാൻ ഇതറിയാനല്ല വന്നത്. ഓ അപ്പൊ മറ്റേതറിയാനാ വന്നത്. ഞാൻ അപ്പോഴേ അവളോടെ പറഞ്ഞു എടി എന്നായാലും ഒരു നാട്ടുകാർ അറിയോന്നു. അതെന്തേലും ഒരു ദിവസം രാവിലെ ഇവിടെ കയറി വന്നു. അപ്പൊ അവൾ കൂടെ അവളെ മറന്നു വെച്ചിട്ടങ്ങ് പോയി. അപ്പോഴേ ഞാൻ എന്റെ മരുമോളോട് പറഞ്ഞു എടി അങ്ങനെ തിരിച്ചു കൊടുക്കാം. അപ്പൊ അവള് കേൾക്കാതെ ഒരു കടയെ കൊണ്ടായി അതിന് പിടി മാറ്റിയിട്ടോണ്ട് നടക്കില്ല. മക്കളുകാരോട് പറയില്ലേ? അയ്യോ എന്റെ അമ്മച്ചി ഞാൻ പഞ്ചായത്തിൽ നിന്ന് സെൻസസ് എടുക്കാൻ വന്നത്. എന്താ ഇപ്പൊ പോയിട്ട് ഇവിടെ ചേച്ചുള്ള സമയത്ത് വരാം. ഓ ഇന്നലെ സ്റ്റാമ്പ് തന്നതിന്റെ പൈസ എല്ലാരും കൊണ്ടുവന്നല്ലോ. പേര് വിളിക്കുന്നതിനനുസരിച്ച് പൈസ കൊണ്ടു തരണം. ടീച്ചറെ ഞാൻ സ്റ്റാമ്പിന് കൊണ്ടുവന്ന പൈസ കണ്ടില്ല. അപ്പൊ നീ കൊണ്ടുവന്ന് കാണൂല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ മണിക്കൂട്ട പൈസ കൊണ്ടുവരണോന്ന്. ഇല്ല ടീച്ചറെ ഞാൻ കൊണ്ടു. നീ ക്ലാസ്സിൽ ആരാ എന്റേത് മോട്ടിച്ചാണ്? ആരാണ് മണിക്കൂട്ടന്റെ നിന്ന് പൈസ എടുത്തത്? ആരായാലും പൈസ തിരിച്ചോട്. അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, എല്ലാരും പരസ്പരം ബാഗ് പരിശോധിച്ചാണ്. ഓ ടീച്ചറെ എല്ലാരെ ബാഗും ഞാൻ നോക്കാം. ചക്കീര് ബാഗ് എന്റെ ബാഗ് നീ നോക്കട്ടെ. എന്റെ ബാഗ് ഞാൻ നോക്കിക്കോളാം. എന്താടാ മണിക്കൂട്ട നീ എന്റെ ബാഗ് നോക്കി. അതിനകത്ത് പൈസ ഒന്നുമില്ല. നീ എന്ത് മണിക്കൂട്ടന് ബാഗ് കൊടുക്കാത്ത? ഒന്നുമില്ല ടീച്ചറെ ഡുണ്ടുവിന്റെ ബാഗിലൊന്നുമില്ല. എന്റെ ബാഗിനകത്ത് നിന്റെ പൈസ ഒന്നുമില്ലേ? ടീച്ചറെ ചക്കി ബാഗ് പരിശോധിക്കാൻ തരണില്ല. ചക്കിന്റെ ബാഗിങ് ഞാൻ പരിശോധിക്കാം. ഇതുകൊണ്ടാണ് സ്കൂളിൽ വരണത്. കള്ളി നിന്റെ മൽപ്പീരി ഉണ്ടായിരുന്നല്ലേ? ഇതിനകത്തില്ല. ചക്കിങ് എന്നാണ്. ചക്കിയിലെ പൈസ ഇല്ല. ഡുണ്ടുണിക്കാണ്. ഡുണ്ടുന്റെ പൈസ ഇല്ലല്ലോ. അപ്പൊ മണിക്കൂട്ട എങ്ങനെയിട്ട് വന്നാണ്? ടീച്ചറെ എന്റെ പൈസയൊന്നും ഇല്ല. ഇവിടെ വേടാ. ഇവിടെ നടാ ഈ മുട്ടായി. ഇത് മേടിക്കാൻ നോക്കി എവിടെ നിന്ന് പൈസ കിട്ടി? മുട്ടായ ടീച്ചറെ ഇത് എവിടെ നിന്ന് വന്നേന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെ വന്നേന്ന് എനിക്ക് അറിഞ്ഞൂടാ അല്ലേടാ. ബാക്കിയുള്ള ടീച്ചർ ഞാൻ മേടിച്ചത്. അയ്യോ ഞാൻ കടയിൽ നിന്ന് മേടിച്ചത്. നൈറ്റി ഗേൾ. ആ നൈറ്റി ഗേള് യവൻ വന്നപ്പോ ഒരു പെണ്ണ് നൈറ്റി ഇട്ടോണ്ട് നിക്കായിരുന്നു. ആരാണ് അമ്മ യവൻ? അയ്യോ അമ്മ നിങ്ങൾ എന്തേലും നിങ്ങൾക്ക് വായിക്കാനെന്ന് പറഞ്ഞുകൂടാ. അങ്ങനെയല്ല നൈറ്റി ഇട്ട ആളല്ല നൈറ്റിംഗിൾ.
വാ നൈറ്റിങ്ങള് എന്ന് വെച്ചാൽ എന്തിനാണ് നൈറ്റ് ഇട്ട കേള്? ഞാൻ ബെർമൂണായിട്ട കേളെന്നൊന്നും അല്ലല്ലോ പറഞ്ഞത്. നീ എന്നെ പഠിപ്പിക്കാൻ വരണ? നിനക്കറിയാമോ പണ്ടത്തെ 3ാം ക്ലാസ് ആണ് ഞാൻ 4 പഠിക്കണ നമുക്ക് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ കുറ്റായി പോയത്. ഇങ്ങാണ്ട് നോക്കി ഞാൻ വായിച്ചു തരാം. ഇവാൻ വാസ് ലിസണിംഗ് ടു ദി സോങ് ഓഫ് നൈറ്റിംഗേൾ. അങ്ങനെയാണ് കളവ്. നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടെ? എന്റെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ അമ്മ എന്നെ പറഞ്ഞു കൊടുക്കണം. അവരൊക്കെ നന്നായിട്ട് എന്നെ പറയണം. അങ്ങനെ തന്നെയാണ് പെൺപിള്ളേര് കള്ളന്മാര് പറഞ്ഞു കൊടുക്കണ കേട്ട് പഠിച്ചോണ്ട് എന്റെ മക്കളോളോന്ന് പറയണത്. നീ ഞാൻ വേണ്ട വല്ല ക്യാക്കോടി അതൊന്നും തന്നെ നീ ഇങ്ങനെ ചുട്ടും കുത്തി കണക്കിരിക്കുന്നു. പഠിക്കയില്ല. ഓ എന്നെ കൊല്ലു.